ഇപ്പം കറന്റ്ലി ഞാൻ തിരിച്ചു വരുന്നതിനെ പറ്റി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ കൺഫേം ആയിട്ടില്ല. 16 to 17 days ഹീസ് കംപ്ലീറ്റ്ലി ഗോയിങ് ഫോർ ഷൂട്ട്. പിന്നെ കാണുന്നത് ഒരു 3-4 days ആണ് പുള്ളിയെ നമുക്ക് കിട്ടുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അതേ സോഷ്യൽ മീഡിയയിലൂടെയല്ല സീരിയലുകളിലൂടെ നമ്മൾ നെഞ്ചിലേറ്റിയ ഒരു താരം, അതേ ഗൗരി കൃഷ്ണ എന്ന് പറയുന്ന താരത്തെ പൗർണമി പൂത്തിങ്കൾ എന്ന് പറയുന്ന ഏഷ്യാനെറ്റിലെ സീരിയലിലൂടെ നമ്മൾ നെഞ്ചിലേറ്റുകയായിരുന്നു. അതേ വലിയ ഹിറ്റായ ജനപ്രീതിയുള്ള സീരിയലായിരുന്നു. ആ സീരിയലിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ താരത്തിന് അതിന്റെ സംവിധായകനായ മനോജ് ഏട്ടൻ എന്ന് പറയുന്ന ആ ഒരു പഹയനുമായി വലിയ രീതിയിലുള്ള ഒരു ക്രഷ് ഉണ്ടാവുന്നു. അതിനുശേഷം പൊടുന്നനെ അതൊരു കല്യാണത്തിലേക്ക് നീളുന്നു. ആ ഒരു കല്യാണം നമ്മൾ കണ്ടതാണ്, ആരെയും ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു കല്യാണം. ആ ഒരു കല്യാണവുമായി ബന്ധപ്പെട്ട് ഏറെ വിവാദം ഉണ്ടായിരുന്നത് ഗൗരി കൃഷ്ണയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ്. അതായത് കല്യാണത്തിന് വധുവായി നിൽക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഗൗരി കൃഷ്ണ ഇലയിടുന്നത് തൊട്ട് ക്യാമറാമാന്റെ കാര്യങ്ങൾ വരെ എല്ലാ സംഗതികളും മുൻകൈ എടുത്ത് കമാൻഡ് ചെയ്ത് ഓള് ചെയ്യുന്നത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് ഒരു എക്സ്പ്ലനേഷൻ ഒക്കെ ഓള് നൽകിയിരുന്നു. എന്നാൽ ഇപ്പോഴിതാ ഏറെ ഞെട്ടിക്കുന്ന ചില വാർത്തകൾ ഓള് പങ്കുവച്ചിരിക്കുകയാണ്. ഏറെ ദുഃഖകരമായ അവസ്ഥ തന്നെയാണ്. ഇതുപോലൊരു അവസ്ഥ ഒരാൾക്ക് ഉണ്ടാവാതിരിക്കാൻ പാടില്ല. എന്താണ് സംഭവിച്ചത് ഏറെ വിശദമായി തന്നെ പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യം വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഫേസ്ബുക്കിൽ കാണുന്നവർ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് കാണാൻ ഉറപ്പായും ശ്രദ്ധിക്കുക. അതേ വലിയ ആർഭാടപൂർവ്വം നടന്ന ഈ ഒരു കല്യാണത്തിന് ശേഷം ഒരു വർഷമായിട്ട് താരത്തോട് ഇങ്ങനെ പല ആളുകളും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? നമ്മുടെ നാട്ടിൽ അറിയാം, അതായത് ഇത്തരം ആളുകളെ, സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകളെ, സോഷ്യൽ മീഡിയ താരങ്ങളെ ആദ്യം ഒന്നിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം, ഒന്നിച്ചു കഴിഞ്ഞാൽ ആ ഒരു താരാരാധന വഴി പിരിയുകയാണ്. അതായത് പിന്നീട് അങ്ങോട്ട് ഒരു വിഭാഗം ആളുകൾ ഇവരെ പിരിക്കാനുള്ള ശ്രമം, ഡിവോഴ്സിലേക്ക് നീക്കാനുള്ള ശ്രമം. മറ്റൊരു വിഭാഗത്തിന്റെ ആഗ്രഹം ഓല ഫാമിലി വ്ലോഗാണ്, ഓല കുട്ടികളെ കാണുക, പ്രസവ വ്ലോഗാണ്. ഇതൊക്കെ കണ്ട് സായുജ്യമടയുന്ന മറ്റൊരു വിഭാഗം ആളുകൾ. അതിൽ ഡിവോഴ്സ് ആഗ്രഹിച്ച പഹയന്മാര് നിരവധി തവണയായി ഗൗരി കൃഷ്ണയോട് പല കുറിയായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടായിരുന്നു. എന്താണത്? വരട്ടെ. പിന്നെ പറയുന്നത് വീഡിയോസിൽ മനോജേട്ടനെ കാണുന്നില്ല. മനോജേട്ടൻ ഒരു ഡയറക്ടറാണ്. 16 to 17 days ഹീസ് കംപ്ലീറ്റ്ലി ഗോയിങ് ഫോർ ഷൂട്ട്. രാവിലെ 6:30 പോയാൽ 11:30 വരുന്നത്. ആ സമയത്ത് ചിലപ്പോൾ ഞാൻ ഉറങ്ങിപ്പോവും. പിന്നെ കാണുന്നത് ഒരു 3-4 days ആണ് പുള്ളിയെ നമുക്ക് കിട്ടുന്നത്. ആ 3-4 days എനിക്ക് വ്ലോഗ് എടുത്തോണ്ടിരിക്കുക, ഞങ്ങൾ ലൈഫ് എൻജോയ് ചെയ്യും. ഇതൊക്കെയാണ് ഇതിന്റെ ബേസിക് ആയിട്ട്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഈ കുറച്ച്, അതായത് മനോജേട്ടൻ എന്ന് പറയുന്ന ഈ ഒരു പഹയൻ, ഓൻ ബാഹുബലിയുടെ ഡയറക്ടർമാര് വലിയൊരു പഹയനായ ഒരു ഡയറക്ടറാണ്. ഒരു തിരക്കാണ് ഷൂട്ടിംഗ് സെറ്റുകളിൽ നിന്ന് സെറ്റുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പഹയൻ. അതുകൊണ്ട് തന്നെ മനോജേട്ടനെ ഉൾപ്പെടുത്താതെ റീൽസ് പങ്കുവച്ച താരത്തിനോട് നിരവധി ആളുകൾ ചോദിച്ചു, എന്താണ് സംഭവിച്ചത്, നിങ്ങൾ വേർപിരിഞ്ഞു? അപ്പോൾ താരം പറഞ്ഞത് അത്തരത്തിലൊരു വിഷയങ്ങളും ഇല്ല എന്ന് ഒരു വർഷം മുന്നേ പറഞ്ഞിരുന്നു. എന്നാൽ ഏറെ ഞെട്ടലുളവാക്കുന്ന ആ ഒരു വാർത്ത താരം ഇന്ന് മണിക്കൂറുകൾക്ക് മുമ്പ് പങ്കുവച്ചിരിക്കുന്നു. എന്താണത്? അതേ താരം ഇൻസ്റ്റഗ്രാമിൽ തന്റെ പേജിൽ പങ്കുവച്ചിരിക്കുന്നു. ഡിയർ മീഡിയ, കൈൻഡ്ലി ബി കൺസിഡറേറ്റ് വിത്ത് യുവർ വേർഡ് ആൻഡ് ക്യാപ്ഷൻസ്. പ്ലീസ് റെസ്പെക്ട് അവർ പ്രൈവസി. അതേ, നിങ്ങൾ ദയവായി ഞങ്ങളുടെ ആ ഒരു പ്രൈവസി കളങ്കപ്പെടുത്തരുത്, ഞങ്ങളുടെ പ്രൈവസിക്ക് പ്രാധാന്യം നൽകുക. അതേ, ഞങ്ങളുടെ പ്രയോറിറ്റി വ്യത്യസ്തമാണ്. ഞങ്ങൾ ആ ഒരു കടുത്ത തീരുമാനമെടുത്തിരിക്കുന്നു. ഞങ്ങൾ വിവാഹം മോചിതരാകുകയാണ്. വളരെ പ്രയാസപ്പെട്ട ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. ഡീലിംഗ് വിത്ത് ഡിപ്രഷൻ ആൻഡ് മെഡിക്കേഷൻ. അതെ, ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥയിലാണ് ഓള്. വളരെ ദുഃഖിതയാണ്. പൊട്ടിക്കരയുന്ന താരത്തെയാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ പ്രൈവസിയെ മാനിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് ക്യാപ്ഷനിൽ ഇടുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സ്വകാര്യതയെ മാനിക്കൂ എന്നാണ് താരം ആവശ്യപ്പെട്ടിരിക്കുന്നു. ഏറെ ദുഃഖകരമായ അവസ്ഥ. സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സീരിയൽ താരങ്ങളായതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിൽ ചർച്ചയാവും. ഇവരുടെ കല്യാണം അത്രയും അധികം ചർച്ചയായിരുന്നു. വലിയ രീതിയിൽ ഒരു വൈറൽ കല്യാണം തന്നെയായിരുന്നു. വിവാഹത്തിന് ശേഷം ധാരാളം ഇന്റർവ്യൂസും റീൽസുകളും ഒക്കെ താരങ്ങളുടെ വൈറലാവുകയായിരുന്നു. അങ്ങനെ വിളിച്ചില്ല. അതെ, ഇത് മതിയോ, അത് വേണോ? ഞാനൊന്നും അങ്ങനെ അഡ്രസ് ചെയ്ത് വിളിക്കാറില്ല. ഇന്നലെ ആണെങ്കിലും എനിക്ക് ചൂടുവെള്ളം വേണോ എന്ന് ചോദിക്കണം. അപ്പൊ ഞാൻ അതെ ചൂടുവെള്ളം വേണോ. ചിത്രം സിനിമയില് പോലെ അതെ, ഓട് കാലായി എടുത്തു വെച്ചിട്ടുണ്ട്, ഒന്ന് കഴിച്ചോളൂ. അതെ, ഇനി വേറെ എന്തെങ്കിലും വേണോ? ഇത് തന്നെയാണ്.
അതേ വലിയ രീതിയിൽ റെസ്പെക്ട് ഉണ്ടായിരുന്ന രണ്ട് മാതൃകാ ദമ്പതികൾ തമ്മിൽ 1.5 വർഷത്തിനുള്ളിൽ വേർപിരിയുന്നു. ഇവിടെ എന്താണ് സംഭവിച്ചെന്ന് വലിയൊരു വിഭാഗം ഇവരുടെ ആരാധകർ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാവാം. അതിന് താരം മറുപടി നൽകുന്നത് മറ്റൊന്നുമല്ല, തങ്ങൾക്ക് രണ്ടുപേർക്കും 2 പ്രയോറിറ്റിയാണ്. അതായത് താരത്തിന്റെ ഒരു സബരിയുടെ ഒരു പീക്ക് ടൈമിൽ നിൽക്കുമ്പോൾ, പൗർണമി പൂത്തിങ്കൾ എന്ന് പറയുന്ന സീരിയലിൽ നിൽക്കുമ്പോൾ തന്നെ താൻ കല്യാണം കഴിക്കുകയും, അതായത് കല്യാണം കഴിക്കാൻ ഒരു തീരുമാനം മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ, പ്രണയബദ്ധരായി കഴിഞ്ഞാൽ, പ്രത്യേകം സെലിബ്രിറ്റീസിന് അവർക്ക് അന്നേരം കല്യാണം കഴിക്കണം, ഉടനെ. ദിലീപൻ മഞ്ജു വാര്യർ തന്നെ അറിയാല്ലേ, ഓൺ ദ സ്പോട്ടിൽ പിന്നെ കല്യാണമാണ്, പിന്നെ ദീർഘിപ്പിക്കുന്നില്ല. അതായത് കെട്ടാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ഏതെങ്കിലും പഹയനുമായിട്ട് കെട്ടുകിടക്കും. അതുകൊണ്ട് പെട്ടെന്ന് അത് കല്യാണത്തിലേക്ക് പോവുകയാണ്. കല്യാണം കഴിഞ്ഞ ഒരു 1.5-2 വർഷം ആകുമ്പോഴത്തേന് പിന്നെ അതിന്റെ ആ ഒരു രസമൊക്കെ അങ്ങ് പോയി. പിന്നുള്ള കലാപരിപാടി പുതിയ തീരുമാനങ്ങൾ എടുക്കാനുള്ള പുതിയ പദ്ധതികളാണ്. അത്തരത്തിൽ ചില പദ്ധതികൾ ഇപ്പം കറന്റ്ലി ഞാൻ തിരിച്ചു വരുന്നതിനെ പറ്റി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ കൺഫേം ആയിട്ടില്ല. മേ ബി ഒരു നല്ല പ്രോജക്റ്റ് വന്നാൽ ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലാണ്. പക്ഷെ ഒരു കംബാക്ക് എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നടത്തണം എന്നുള്ളത് കൊണ്ട്, വരുന്നതൊക്കെ മോശം എന്നല്ല ഞാൻ പറഞ്ഞത്, എന്നാലും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ലെവലിലേക്കുള്ള ഒരു പ്രൊജക്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കറന്റ്ലി വെയിറ്റിംഗ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഐ വിൽ കം ബാക്ക്. അതായത് ഒരു കുടുംബിനിയായി മാറി എല്ലാം ഉപേക്ഷിച്ച് പോയ താരത്തിന് പൊടുന്നനെ വീണ്ടും സീരിയലിലേക്ക് വരണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതിന്റെ പ്രധാന കാരണം താരത്തിന്റെ ഭർത്താവായ മനോജേട്ടൻ എന്ന് പറയുന്ന ഈ ഒരു പഹയൻ ഒരുപക്ഷെ മറ്റു ചില കാര്യങ്ങൾക്ക് പ്രയോറിറ്റി, അതായത് ഓന്റെ സീരിയലും സിനിമയ്ക്കും ഓൻ കൂടുതൽ പ്രയോറിറ്റി കൊടുത്തുകൊണ്ടാവാം, നമുക്കറിയില്ല. എനിവേ പ്രയോറിറ്റി രണ്ടുപേരുടെയും രണ്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് ഓള് വീണ്ടും സിനിമ സീരിയലിലേക്ക് വരാൻ തയ്യാറെടുത്തു എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഓള് പങ്കുവച്ചുകൊണ്ടിരിക്കുന്ന റീൽസുകൾ, അതേ താരം മോഡലിംഗ് രംഗത്തും സജീവമാകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ചില മോഡലിംഗ് ഫോട്ടോഷൂട്ടുകൾ താരം പങ്കുവെക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ തന്നെ ചില അസ്വാഭാവികത ഒരുപക്ഷെ താരത്തിനോട് അടുത്ത ആളുകൾക്ക് തോന്നിയിരിക്കാം. എനിവേ ദൗർഭാഗ്യകരമായ ആ ഒരു സംഭവം നടന്നിരിക്കുന്നു. ഡൈവോഴ്സ് ആയിരിക്കുന്നു. താരം പറയുന്നത് ഡൈവോഴ്സ് ആയെങ്കിലും ഇനി അങ്ങോട്ട് തങ്ങൾ വലിയ സുഹൃത്തുക്കൾ, അതെ ഡൈവോഴ്സ് ആയെങ്കിലും ഇനി അങ്ങോട്ട് വലിയ സുഹൃത്ത് ബന്ധത്തിലേക്ക് പോവുകയാണ്. അതായത് ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള 2 സുഹൃത്തുക്കളായി മാറാൻ അവർ തീരുമാനിക്കുകയാണ്. ഏറെ ദുഃഖകരമായ അവസ്ഥയാണ്. ഇതുപോലൊരു അവസ്ഥ ഒരാൾക്ക് ഉണ്ടാവാതിരിക്കട്ടെ. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.